കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വിഡ്ഢികളാക്കുന്നൊരു സമീപനമാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ടതാണ്. രാഹുലിന് പാലക്കാട് സംരക്ഷണം ഒരുക്കും എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്ന് സഭയിലേക്ക് പോകുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് സഭയിലേക്ക് പോകുന്ന കാഴ്ചയാണുള്ളത്. വി ഡി സതീശൻ ഒരു വശത്ത് പറയുന്നു ശക്തമായ നടപടിയെടുക്കും, രാഹുലിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടിയെടുക്കുമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ രാഹുലിനോടൊപ്പം സഭയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഈ വിഷയത്തിലെ ഇരട്ടത്താപ്പാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ CPM-ൻ്റെ ആളുകൾ കേരളം മുഴുവൻ വലിയ രീതിയിൽ സമര ആഭാസം നടത്തി ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇന്ന് സഭയിലേക്ക് വരുന്ന സമയത്ത് CPM-ൻ്റെ നിരവധി MLA-മാർ അവിടെ ഉണ്ടായിട്ടും കേരളം മുഴുവൻ വലിയ രീതിയിൽ സമരം നടത്തുമെന്ന് പറഞ്ഞ് അവിടെ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയും CPM-ഉം അവരുടെ നാടകം പുറത്തു വരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം തലസ്ഥാനത്തെത്തി നിയമസഭയ്ക്കകത്ത് കയറുന്ന സമയത്തോ തിരിച്ചിറങ്ങുന്ന സമയത്തോ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നാളെ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. മറിച്ച് വി ഡി സതീശൻ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധി വാർത്തകൾ വന്നതാണ്. ശക്തമായ നടപടിയെടുക്കും, നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ശനിയാഴ്ചയോടുകൂടി മണ്ഡലത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ മുൻ നിലപാടിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായി തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന തരത്തിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പാലക്കാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് BJP-യുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹം രാജിവെക്കുന്നതുവരെ, ഒരു മിനിറ്റ്, പാലക്കാടിൻ്റെ നിലപാട് ഞാൻ പറഞ്ഞത്, രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇതിൽ വ്യക്തമായ കൃത്യമായി തന്നെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും. അല്ല, പാലക്കാട് അദ്ദേഹം കാലുകുത്തുന്നത് എന്തിനാണ്? പാർട്ടി MLA എന്നുള്ള രീതിയിൽ പരിപാടിയിൽ പങ്കെടുക്കാനാണല്ലോ. MLA എന്ന തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിലപാട് ക്ലിയറാണ്. അല്ല, MLA ഓഫീസിൽ MLA എന്നുള്ളത് വെച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം MLA ഓഫീസിലേക്ക് വരുന്നത്. അതിനകത്ത് അടിയിരിക്കാനല്ലോ വരുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് ഇത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് പാലക്കാട് വരുന്നത്. ശക്തമായ പ്രതിഷേധം BJP-യുടെ ഭാഗത്തുണ്ടാവും. അല്ല, MLA എന്നുള്ള രീതിയിലാണല്ലോ അയാൾ പങ്കെടുക്കുന്നത്. അയാളിപ്പോൾ അയാളുടെ പേഴ്സണലായിട്ടുള്ള കല്യാണം നടത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റു മരണകാര്യങ്ങൾക്കോ അല്ലല്ലോ ഇവിടെ വരുന്നത്. വിഷയത്തിലെ ഒരു പരാതി പോലും ഇല്ല, ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള അങ്ങനത്തുള്ള ലൂപ്പ് ഹോൾസ് ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ സമരത്തിന്റെ ഒരു മുന ഒടിഞ്ഞു പോയോ ഇതോടുകൂടി? അല്ല, ഇതേ വ്യക്തി വർഷങ്ങൾക്ക് മുൻപ് സൗമ്യയുടെ പരാതിയിലാണോ ഗോവിന്ദച്ചാമിക്കെതിരെ കേസെടുത്തതെന്ന് ചോദിച്ച ആളാണ് ഇദ്ദേഹം. ശരിയല്ലേ? മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നാണ്. ഇവിടെ പരാതി ഉണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇത്രയും ദിവസത്തിനിടയിൽ നിരവധിയായ വോയിസ് നോട്ടുകൾ വന്നിട്ടുണ്ട്, സ്ക്രീൻഷോട്ടുകൾ വന്നിട്ടുണ്ട്, നിരവധി അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇതൊന്നും തൻ്റേതല്ല എന്ന് തള്ളിപ്പറയുവാനായിട്ട് MLA-യോ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? തെറ്റ് ചെയ്തു എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമുണ്ട്. കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്ത വെളുപ്പിനെ പാലക്കാട്ടുകാർ ചുമക്കണം എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ശക്തമായ സമരവുമായി BJP-യുടെ പ്രവർത്തകന്മാർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല.